സമയം 6 മണി ആയോ നീൻ? ഇല്ല, ഇപ്പൊ 5:30 ആയുള്ളൂ. എങ്ങനെയാ സമയം നോക്കേണ്ടതെന്ന് നിനക്ക് അറിയാമോ നീൻ? നിനക്കും പഠിക്കാൻ പറ്റും. കോക്കോ ടിവി കിഡ്സ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. और एवरीडे कुछ नया सीखो. നവീന്റെ അമ്മ മരിച്ചിട്ട് 1 മാസമേ ആയിരുന്നുള്ളൂ. ഗോവിന്ദ് രണ്ടാമത് ഒരു വിവാഹം കഴിച്ചു. എന്നിട്ട് രണ്ടാമത്തെ ഭാര്യ കഞ്ചനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. കഞ്ചൻ, ഇതാണ് എന്റെ മോൻ നവീൻ. ഞാനിവനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. നീ ഇവനെ നന്നായി നോക്കുമെന്ന് കരുതിയാണ് ഞാൻ നിന്നെ വിവാഹം കഴിച്ചിരിക്കുന്നത്. ശരി, ഞാനിവനെ ഒരു അമ്മയെപ്പോലെ നോക്കിക്കോളാം. ഞാൻ പ്രതീക്ഷിക്കുന്നതും അതുതന്നെയാണ്. അന്ന് കഞ്ചൻ നവീനോട് സംസാരിക്കാൻ എത്തി. നവീൻ, ഹലോ, എന്റെ പേര് കഞ്ചൻ, നിന്റെ അമ്മയാണ്. നിങ്ങൾ എന്റെ രണ്ടാം അമ്മയല്ലേ? രണ്ടാം അമ്മയാണോന്ന് അറിയില്ല, ഏതായാലും ഞാൻ നിന്റെ അമ്മ തന്നെയാണ്. എന്ന് പറഞ്ഞ, അതായത് നിന്റെ അച്ഛൻ എന്നെ വിവാഹം കഴിച്ചത് നിന്നെ നോക്കാൻ വേണ്ടിയാണ്. നിന്നെ നന്നായി നോക്കണമെന്നാണ് അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. കൂടാതെ എനിക്ക് നിന്നെ വളരെ ഇഷ്ടപ്പെട്ടു. അതെന്തുകൊണ്ടാ? കാരണം ദിവസവും നീ നിന്റെ അമ്മയുടെ ഫോട്ടോ നോക്കിക്കൊണ്ടിരിക്കുന്നു. നീ അമ്മയെ ഒരുപാട് സ്നേഹിച്ചിരുന്നു എന്നാണ് അർത്ഥം. അതുപോലൊരു മകനെ എനിക്ക് കിട്ടിയാ അതെന്റെ ഭാഗ്യമായി ഞാൻ കരുതും. പക്ഷെ നിങ്ങൾ വളരെ ചെറുപ്പമല്ലേ? ഞാൻ നിങ്ങളെ അമ്മയെന്ന് വിളിച്ചാൽ വിചിത്രമായി തോന്നില്ലേ? ആരെന്ത് കരുതിയാലും ശരി, എനിക്ക് നിന്നെ വളരെ ഇഷ്ടപ്പെട്ടു. ആദ്യത്തെ ദിവസം തന്നെ നവീനും കഞ്ചനും കൂട്ടുകാരായി. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നവീനും കഞ്ചനും വളരെ അടുത്തു. അവർക്ക് ഒരുമിച്ചിരിക്കാൻ എപ്പോഴും ഇഷ്ടമായിരുന്നു. അവർ ഒരുമിച്ചിരിക്കും, കളിക്കും, ചിരിക്കും, ഒരുമിച്ച് ഭക്ഷണവും കഴിക്കും. ഒരു ദിവസം നവീൻ കഞ്ചന് ഒരു സാരി സമ്മാനിച്ചു. എന്താണിത്? ഇത് എന്റെ അമ്മയ്ക്ക് വളരെ ഇഷ്ടപ്പെട്ട സാരിയാണ്. അമ്മ ഇത് ഉടുത്താൽ എത്ര നന്നായിരിക്കും അറിയോ? ഇപ്പൊ അമ്മ ജീവിച്ചിരിപ്പില്ല, അതുകൊണ്ട് നിങ്ങൾ ഇത് ഉടുക്കണം. തീർച്ചയായും നീയല്ലേ ഈ സാരി എനിക്ക് തന്നത്. ഞാൻ തീർച്ചയായും ഉടുക്കും. നിൽക്ക്, ഞാൻ ഇപ്പൊ പോയി ഉടുത്തിട്ട് വരാം. കഞ്ചൻ മുറിക്കുള്ളിൽ പോയി ആ സാരി ഉടുത്തിട്ട് വന്നു. പക്ഷെ ആ സാരി ഉടുത്ത ഉടനെ കഞ്ചൻ അദൃശ്യയായി. അപ്പോഴാണ് ഗോവിന്ദ് വാതിലിൽ മുട്ടിയത്. കഞ്ചൻ, കഞ്ചൻ. കഞ്ചൻ പെട്ടെന്ന് വാതിൽ തുറന്നു. പക്ഷെ ഗോവിന്ദിന് അവളെ കാണാൻ പറ്റിയില്ല. ഇതെന്ത് മായമാ? കതക് തനിയെ തുറന്നുവല്ലോ. കഞ്ചൻ, കഞ്ചൻ. എന്താ പറയൂ? നീ ഇതെവിടെയാണ്? ഞാൻ ഇവിടെ ഉണ്ടല്ലോ. എവിടെ? അപ്പോൾ ഗോവിന്ദ് പുറത്തുനിന്നൊരു ശബ്ദം കേട്ടു. ഗോവിന്ദ് സാറേ. ഗോവിന്ദ് പുറത്തേക്ക് പോയി. എന്താണ് സംഭവിച്ചതെന്ന് കഞ്ചന് മനസ്സിലായില്ല. അവൾ കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് നിന്നു. അതിൽ നോക്കിയപ്പോൾ അവളെ അതിൽ കാണുന്നില്ല. ഇതെങ്ങനെ സംഭവിച്ചു? എന്താ എന്നെ കാണാത്തത്? എന്താണ് ഇതിന്റെ രഹസ്യം? കഞ്ചന് മനസ്സിലായി. അവൾ ഉടുത്തിരുന്ന സാരി ഒരു മാന്ത്രിക സാരിയായിരുന്നു. ഉടനെ കഞ്ചൻ സാരി മാറ്റി. എന്നിട്ട് ആ മാന്ത്രിക സാരി എടുത്തുവച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഗോവിന്ദ് അകത്തേക്ക് വന്നു. നീ എവിടെയായിരുന്നു? അത് ഞാൻ ഈ കട്ടിലിന്റെ അടുത്തെല്ലാം വൃത്തിയാക്കുകയായിരുന്നു. ശരി ശരി, ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരാം. ഞാൻ വരാൻ കുറച്ച് ലേറ്റ് ആവും. നീ നവീനും ഭക്ഷണം കഴിച്ചോളൂ കേട്ടോ. ഗോവിന്ദ് അവിടെ നിന്നും പോയി. കഞ്ചൻ മാന്ത്രിക സാരിയെക്കുറിച്ച് നവീനോട് പറഞ്ഞു. സത്യാണോ? അതെ, സത്യമാണ്. മോനെ നവീൻ, ഞാൻ ഈ കാര്യം നിന്റെ അച്ഛനോട് പറയട്ടെ? വേണ്ട വേണ്ട, അച്ഛനോട് പറയല്ലേ. അമ്മയുടെ സാരി മാന്ത്രിക സാരി ആയിരിക്കുന്നു. അതിന്റെ പുറകിൽ എന്തെങ്കിലും കാരണം കാണും. ശരി. അടുത്ത ദിവസം ഗോവിന്ദ് അയാളുടെ സ്റ്റഡി റൂമിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഡോർ ബെൽ അടിച്ചു. കഞ്ചൻ വാതിൽ തുറക്കാനായി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നിക്ക്, ഞാൻ പോയി അന്വേഷിക്കാം. ശരി. വാതിൽക്കൽ വക്കീൽ നിൽക്കുന്നുണ്ടായിരുന്നു. എനിക്ക് വക്കീൽ സാറിനോട് ഒരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനുണ്ട്. ഞങ്ങളെ ആരും ശല്യപ്പെടുത്തരുത്. ശരി. ഗോവിന്ദും വക്കീലും സ്റ്റഡി റൂമിലേക്ക് പോയി. നവീൻ കഞ്ചന്റെ അടുത്തേക്ക് ചെന്നു. എന്റെ അമ്മ മരിക്കുന്നതിന് മുൻപും ഈ വക്കീൽ വന്നിട്ടുണ്ടായിരുന്നോ? അതെയോ? എന്നിട്ട് അച്ഛൻ ഇത് തന്നെയാ പറഞ്ഞത്. എങ്കിൽ നമ്മളിപ്പോൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ആ മാന്ത്രിക സാരി ഉടുക്കൂ. എന്നിട്ട് എന്റെ അച്ഛൻ ആ വക്കീലിനോട് എന്താണ് പറയുന്നതെന്ന് കേൾക്കൂ. ആ ശരി. കഞ്ചൻ ഉടനെ അവളുടെ റൂമിലേക്ക് ചെന്നു. എന്നിട്ട് അവൾ ആ മാന്ത്രിക സാരി ഉടുത്തു. നീ എന്നെ കാണുന്നുണ്ടോ? ഇല്ല, നിങ്ങൾ എവിടെയാണ്? ഞാൻ ഇവിടെയുണ്ട്. കഞ്ചൻ സ്റ്റഡി റൂമിൽ വാതിലിന്റെ അടുത്ത് നിന്നു. അവൾ വക്കീലും ഗോവിന്ദും സംസാരിക്കുന്നത് കേട്ടു. ഞാൻ ഒരു കല്യാണം കൂടെ കഴിച്ചാല് അത് വർക്കൗട്ട് ആകുമോ? ആ, തീർച്ചയായും വർക്കൗട്ട് ആവും. ഈ ലോകത്തിൽ എല്ലാവർക്കും അറിയാം രണ്ടാമത്തെ ഭാര്യ എങ്ങനെയുള്ളവളായിരിക്കും. ഞാൻ ആദ്യ ഭാര്യയെ കൊന്നപ്പോ
ഈ പ്രോപ്പർട്ടിയൊക്കെ എന്റെ പേരിൽ വരുമെന്ന് വിചാരിച്ച്. പക്ഷെ അവള് അതിനു മുൻപെല്ലാം നവീന്റെ പേരിൽ എഴുതി വെച്ചിരുന്നു. അതുകൊണ്ട് നമുക്ക് നവീനെ കൊന്നിട്ട് ആ കുറ്റം രണ്ടാമത്തെ ഭാര്യയുടെ തലയിൽ വെക്കാം. അതിനുശേഷം ഈ പ്രോപ്പർട്ടി എല്ലാം എന്റെ പേരിൽ വരും, എന്റെ പേരിലായിരിക്കും. സാർ, എന്റെ കമ്മീഷൻ മറക്കല്ലേ കേട്ടോ. അത് ഞാൻ മറക്കൂ. ഇത് കേട്ടപ്പോൾ കഞ്ചൻ ഞെട്ടിപ്പോയി. എന്താണ് ചെയ്യേണ്ടതെന്ന് അവൾക്ക് മനസ്സിലായില്ല. അവൾ മുറിയിൽ നിന്ന് പുറത്തുപോയി. അവൾ താൻ കേട്ടതെല്ലാം നവീനോട് പറഞ്ഞു. എനിക്ക് ആദ്യം മുതലേ അങ്ങനെ തോന്നിയിരുന്നു. എന്റെ അച്ഛൻ എപ്പോഴും എന്റെ അമ്മയെ അടിക്കുമായിരുന്നു. ഞാൻ അച്ഛനെ വെറുതെ വിടില്ല. ദേഷ്യം കൊണ്ടല്ല, ബുദ്ധി കൊണ്ടാണ് പ്രവർത്തിക്കേണ്ടത്. ഞാൻ പറയുന്നത് പോലെ നീ ചെയ്യണം. പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ല്. എന്നിട്ട് അച്ഛന്റെ പേരിൽ ഒരു പരാതി കൊടുക്ക്. അച്ഛൻ അമ്മയെ കൊല്ലുന്നത് നീ കണ്ടെന്ന് പറയണം. കഞ്ചൻ പറഞ്ഞതനുസരിച്ച് നവീൻ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കാനായി പോയി. പോലീസ് നവീന്റെ കൂടെ അവന്റെ വീട്ടിലേക്ക് ചെന്നു. ഗോവിന്ദ്, യു ആർ അണ്ടർ അറസ്റ്റ്. എന്താ കാരണം? നിങ്ങളുടെ ആദ്യ ഭാര്യയെ നിങ്ങൾ കൊന്നതിന്. അതിന് ഞാൻ അവളെ കൊന്നില്ലല്ലോ. നിങ്ങൾ കൊലപാതകം ചെയ്യുന്നത് നിങ്ങളുടെ മകൻ കണ്ടിരുന്നു. എന്ത്? അതിനൊരു സാധ്യതയില്ല. ഞാൻ ഇവന്റെ അമ്മയെ കൊല്ലുമ്പോ അവനെ സ്ഥലത്തില്ലായിരുന്നല്ലോ. കേട്ടില്ല ഇൻസ്പെക്ടർ, ഇദ്ദേഹം കുറ്റം സമ്മതിച്ചിരിക്കുന്നു. ഇദ്ദേഹമാണ് നവീന്റെ അമ്മയെ കൊന്നതെന്ന്. ഗോവിന്ദ്, മര്യാദയ്ക്ക് നീ എന്റെ കൂടെ വന്നോ. ഇനി നിനക്കുള്ള സ്ഥലം ജയിൽ തന്നെയാണ്. പോലീസ് ഗോവിന്ദനെ പിടിച്ചുകൊണ്ടുപോയി. അതിനുശേഷം നവീനും കഞ്ചനും അമ്മയെയും മകനെയും പോലെ സന്തോഷത്തോടെ ജീവിച്ചു. രണ്ടാനമ്മയ്ക്ക് അമ്മയാകാൻ പറ്റില്ലെന്ന് ആരാ പറഞ്ഞത്? അമ്മയുടെ മാന്ത്രിക